തൃശൂർ മണ്ഡലത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ പ്രതികരണവുമായി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്ത് വന്നിട്ടുണ്ട്. കലാമണ്ഡലം ഗോപി ആശാൻ ആലത്തൂരിലെ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെയാണ് സുരേഷ് ഗോപി വിശദീകരണവുമായി വന്നിരിക്കുന്നത്. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കലാമണ്ഡലം ഗോപി ആശാനെ ഇനിയും കാണാൻ ശ്രമിക്കുമെന്ന് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. കരുണാകരന്റെ സ്മൃതി കുടീരം സന്ദർശിക്കണോ എന്ന് എന്റെ നേതാക്കൾ പറയട്ടെ എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. ഞാൻ മുൻ SFI-കാരനാണെന്നത് CPM നേതാവ് MA ബേബിക്ക് അറിയാം. ഇക്കാര്യം നിങ്ങൾ ബേബിയോട് ചോദിക്കൂ. ബേബിയുടെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. കരുണാകരനോട് നീതി കാണിച്ചോ എന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. കരുണാകരന്റെ കുടുംബവുമായുള്ള ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണ്. അത് തുടരും. കരുണാകരൻ ജനകീയ നേതാവായിരുന്നു. സന്ദർശനം എല്ലാവർക്കും സ്വീകാര്യമാകണം. ഒരിടത്തും കടന്നു കയറില്ല. എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പേർ വോട്ട് തേടി വന്നിട്ടുണ്ട്. വന്നവരെല്ലാം ഞാൻ സ്വീകരിച്ചു. ഗോപി ആശാൻ എന്നെ സ്വീകരിക്കാത്തത് അവരുടെ രാഷ്ട്രീയ ബാധ്യത. അത് അവഗണനയല്ല. എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തോട് ചോദിക്കണം. ആ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്. കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ വന്നതിൽ രാഷ്ട്രീയമില്ല. വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. വോട്ട് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. യോഗ്യമെന്ന് തോന്നുന്നതാണ് വ്യക്തികൾ ചെയ്യുക. വ്യക്തികളുടെ ബലാബലത്തിലാവും എന്റെ വിജയം. കലാമണ്ഡലം ഗോപിയുടെ അനുഗ്രഹം തേടാൻ സുരേഷ് ഗോപി വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായി പ്രശസ്ത ഡോക്ടർ വിളിച്ചു പറഞ്ഞെന്നും വരേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ചോദിച്ചെന്നും ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ സമൂഹ മാധ്യമത്തിൽ എഴുതിയത് വൻ ചർച്ചയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി വീണ്ടും വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പത്മഭൂഷൺ വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി മറുപടി നൽകിയെന്നും ആ ഗോപിയല്ല ഈ ഗോപിയെന്നും മനസ്സിലാക്കണമെന്നുമാണ് രഘുവിന്റെ കുറിപ്പിന്റെ തുടക്കം. വ്യാപകമായി ചർച്ചയായപ്പോൾ പോസ്റ്റ് രഘു പിൻവലിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പേരാമംഗലത്തിലാണ് കലാമണ്ഡലം ഗോപിയുടെ വീട്. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. പാർട്ടിയും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അറിവോടെയാണോ എന്നറിയില്ല. അദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ്. മണ്ഡലത്തിൽ ആരൊക്കെ കാണണമെന്ന് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പാർട്ടിയാണ്. ഗോപി ആശാനെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം അനുവദിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിൽ സങ്കല്പിച്ച് അദ്ദേഹത്തിനുള്ള ഗുരുദക്ഷിണ ഗുരുക്കന്മാരുടെ ഗുരുവായൂരപ്പന് മുന്നിൽ സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരിലുള്ള വിവാദങ്ങൾ നിരവധിയായി ഇപ്പോൾ ഉയർന്നു വരികയാണ്.